Hi guys, welcome back to my channel. This is me Shilpa, and this time I am back with a get ready with me video, and we are going to create a retro look. Please be decent എന്ന് പറഞ്ഞു വിങ്ഡ് ഐലൈനേഴ്സ് വിചാരിച്ച അത്ര കുളമായിട്ടില്ല. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പോലീസുകാരുടെ ലുക്ക് ഉണ്ടാവും. എനിവേസ് നമ്മൾ റെട്രോ തീമിൽ സെലക്ട് ചെയ്തേക്കുന്ന 2-3 എലമെന്റ്സ്, അതായത് ഇപ്പം നമ്മൾ സ്കൂളിൽ ആയത് കാരണം നമുക്ക് കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാം ഇൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ താഴെ തന്നെ ആസ് ഐ സെഡ് ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. ബി ഡീസെന്റ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചൊരു റെട്രോയുടെ എലിമെന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു പഴയ ഒരു 60s 70s അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മൂവീസ് എടുത്തു, മൂവീസിൽ ബോളിവുഡ് മൂവീസ് ആയാലും ഹോളിവുഡ് മൂവീസ് ആയാലും ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടിരിക്കുന്ന സാധനമാണ് വിങ്ഡ് ഐലൈനർ. ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്, ഒരു മേക്കപ്പ് ഫീച്ചർ ആയിരുന്നു വിങ്ഡ് ഐലൈനേഴ്സ്. മേളിലും ഉണ്ടാകും, അത് താഴെ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അത് മേളിലും നല്ല ഡാർക്കായിട്ട് ഉണ്ടാകും, താഴെ അതൊരു ആ സെയിം ഒരു സാധനം തന്നെ ഷെയ്ഡഡ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മളൊന്ന് അത് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു ടൈമിലെ ഫാഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ട്രെൻഡിങ് പീസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരുന്നു സ്കാർഫ്. അപ്പം വി ക്യാൻ യൂസ് ഇറ്റ് ഹൗ എവർ വി വാണ്ട് ഇറ്റ്. അവർ ഹെഡ് ഗിയർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്കിൽ ടൈ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒരു നോട്ട് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ടൈ ചെയ്തിട്ട് സൈഡിൽ ഇവിടുന്ന് ഇങ്ങനെ സൈഡിൽ ഒരു നോട്ട് ആക്കിയിട്ട് ഇവിടെ താഴോട്ട് ഇടുന്നത് പോലെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് എലിമെന്റ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ഒരു ഓൺ ഗോ റെട്രോ തീം അല്ല എടുക്കുന്നത്, ബിക്കോസ് വി ആർ ഗോയിങ് ടു എ വർക്ക് പ്ലേസ്. അപ്പോൾ അതിൻ്റെതായ ഒരു സോ കോൾഡ് ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളൊരു മൈൽഡായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് ഞാൻ 2 ലുക്കാണ് ഇന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ റെഡി ആയിക്കൊണ്ട്, നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല, ഞാൻ റെഡി ആയിക്കൊണ്ട് പറയാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 ലുക്കാണ്. അതായത് ഒന്ന് ഒരു നോർമൽ ജംപ് സൂട്ട് ആയിരുന്നു. ആ ഒരു ടൈമിൽ ജംപ് സൂട്ട്സ് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പം ജംപ് സൂട്ട്സ് എടുത്തിട്ടുണ്ട്. ജംപ് സൂട്ട്സ് എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അന്നത്തെ ജംപ് സൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തേക്കുമ്പോൾ തന്നെ ഒരു പിങ്കിഷ് ഇഫക്റ്റ് വരും. ദിസ് ഇസ് റിയലി നൈസ്. ഞാനൊരു ക്വിക്ക് മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്, ബിക്കോസ് ഇപ്പം സമയം 5:30 ആണ്. എനിക്കവിടെ എങ്ങനെ പോയാലും എനിക്ക് അവിടെ 7 o'clock എത്തണം സ്കൂളിൽ. 5:30 in the morning, 7 o'clock in the morning എനിക്ക് അവിടെ എത്തണം. അപ്പോൾ അത് കാരണം എൻ്റെ കയ്യിൽ ആകെ 1 hour മാത്രമേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് അവിടെ എത്താൻ എങ്ങനെ പോയാലും 20 minutes എത്തും. അതുകൊണ്ട് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് തന്നെ വിചാരിച്ചത്. ഐ മീൻ വ്ളോഗ് അല്ല, ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, ബിക്കോസ് എനിക്ക് ലേറ്റ് ആവുമെന്ന് അറിയാം. ബട്ട് ദെൻ എനിവേ ഞാനൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമായത് കാരണം ഞാൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ്സ് വേക്കപ്പ് ഏർലി. കുറച്ചെങ്കിൽ കുറച്ച് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ്, എൻ്റെ കയ്യിൽ സമയം കുറവാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് മേക്കപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സാധാരണ ഞാൻ ഇതൊക്കെ ഇടുന്നതിന് മുമ്പെയാണ് ഇത് ചെയ്യാറ്, ഐസൊക്കെ ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്ക് സമയം ഒട്ടും ഇല്ലാത്തത് കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ റെട്രോ ലുക്കിന്റെ മെയിൻ സാധനം, നമ്മൾ ഐലൈനർ ചെയ്യാൻ പോവാണ്. വിങ്ഡ് ഐലൈനർ ചെയ്യാൻ പോവാണ്. ഇനിയാണ് ഇതിന്റെ മെയിൻ പോർഷൻ വരാൻ പോകുന്നത്. മെയിൻ ഒന്നും അല്ല, ഇതായിരുന്നു മെയിൻ. പക്ഷെ താഴെ ഞാനൊരു എക്സ്ട്രാ ഐറ്റം ചെയ്യാൻ പോവാണ്. അതായത് ഒരു സെക്കൻഡ് ലൈനർ ഡൗൺ സൈഡ്.
അത് ഞാൻ കണ്ണാടിയിൽ നോക്കി ചെയ്യേണ്ടി വരും, ബിക്കോസ് അല്ലെങ്കിൽ അത് കുളമാവും. ഈ കുളമാക്കി ചളമാക്കി തിരിച്ച് ചെയ്യാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. ഗൈസ്, അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. വിചാരിച്ചത്ര കുളമായിട്ടില്ല എന്തായാലും, ബിക്കോസ് ക്ലോസ്ലി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് കുറച്ച് തിക്കാണ്, ഇത് കുറച്ച് ഇതിന്റെ ഗ്യാപ്പ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ദിസ് ഇസ് പെർഫെക്റ്റ്. ഇതിന്റെ കുറച്ചൊരു അത്രയും ഒരു ഗ്യാപ്പ് അറിയാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ കുറച്ച് തിക്നെസ് കൂടിപ്പോയി. ബട്ട് എനിവേസ് ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ വിങ്ഡ് ഐലൈനേഴ്സ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് സ്കൂൾ ഓപ്പൺ ആയിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവർ പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ബദൻ പാർട്ടിയിൽ എന്തായാലും അവർ ഒരു 1-2 മണിക്കൂർ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രജിസ്റ്റർ ഫില്ലിങ് അല്ലെങ്കിൽ ലെസൺ പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് എന്തായാലും അവർ ചെയ്യിപ്പിക്കും. 1-2 മണിക്കൂർ എങ്ങനെ പോയാലും അവർ വർക്ക് ചെയ്യിപ്പിക്കും. അപ്പം അത് കാരണം നമുക്കൊരു കംഫർട്ടും കൂടെ നോക്കിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 2 ഡ്രസ്സ് സെലക്ട് ചെയ്തേക്കുന്നത്. ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു പോലീസുകാരുടെ ലുക്ക് ഉണ്ടാവും, ഇതൊരു ജംപ് സൂട്ട്. പിന്നെ സെക്കൻഡ് ഇത് നമുക്ക് ആസ് സച്ച് ഇടാൻ പറ്റൂല, ബിക്കോസ് മോഡസ്റ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഫുൾ കവർ ചെയ്ത് ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം ഇതിൻ്റെ പുറത്ത് നമ്മൾ വേറെ ഒരു പോൽക്ക തപ്പേണ്ടി വരും, എവിടെയാണെന്നറിയില്ല. ഒരു പോൽക്ക ഡോട്ടിൻ്റെ ടീഷർട്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ടീഷർട്ട് അല്ല, ഒരു ടോപ്പ് പോലത്തെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ ഇതിൻ്റെ പുറത്തിടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ 2 ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തുനിന്ന് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്താണോ അത് ഞാൻ ഇടും. A few moments later. ആ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇയറിങ്സിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൂപ്സ് ആണ്. ഗോൾഡൻ ഹൂപ്സ് അവർ യൂസ് ചെയ്യായിരുന്നു. പിന്നെ സിൽവർ ഹൂപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കളർഫുൾ ഹൂപ്സ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു ഹൂപ്സ് ആണ്, ബിക്കോസ് എൻ്റെ ബാഗ് റെഡ് കളറാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിൻ്റെ ഹൂപ്സ് ഇടാൻ പോവാണ്. എനിക്ക് ഒരുമാതിരി പണ്ടത്തെ ഹീറോയിൻസിൻ്റെ ഒക്കെ ഒരു വൈബ് വരുന്നുണ്ട്. പണ്ടത്തെ ടൈമിൽ ഒരു 20, 30, 40 വർഷം ബാക്കിലോട്ട് പോയ പോലത്തെ ഒരു ഫീലാണ്. ഞാൻ ഓൾറെഡി ഒരു ഇയറിംഗ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഇടുന്നത്, ബിക്കോസ് എൻ്റെ അമ്മ വഴക്ക് പറയും. വയസ്സത്തിലായിട്ടും അമ്മേനെ പേടിയാണ് ഇപ്പോഴും, പക്ഷെ എത്ര വയസ്സായാലും അമ്മ പേടി ഈസ് കോൺസ്റ്റന്റ്. സ്കാർഫാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇത് പാടുപെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ബലൂൺ പോലെ ഇരിക്കും, ഇത് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. യെസ്, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സ്കാർഫ് കെട്ടിയിട്ട് സൈഡ് നോട്ട് കെട്ടുമെന്ന്. നമുക്കത് ചെയ്യാം. എനിക്കൊരു ലിറ്റിൽ റെഡ് റൈഡിങ് ഹുഡിന്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്.
ഞാൻ ഈ ഡ്രസ്സ് അല്ല പക്ഷേ ഇടാൻ പോകുന്നത്, ബിക്കോസ് ഇത് കുറച്ചൊരു ബോഡി ഹഗ്ഗിങ് ആണ്. അത് കാരണം ബോഡി ഹഗ്ഗിങ് ഇടുന്നതിൻ്റെ പ്രശ്നമല്ല, വർക്ക് പ്ലേസ് ആയത് കാരണം അവിടെ എന്തായാലും അവർ 2 മണിക്കൂർ ഞങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കും, അത് ഷോറാണ്, എല്ലാ വട്ടവും അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല ഈ ഡ്രസ്സ്. അതുപോലെ തന്നെ ഞാൻ ഈ സ്കാർഫ് ഇത് തലേന്ന് ഊരിയിട്ട് ഹെയർന്ന് ഊരിയിട്ട് ഞാൻ നെക്കിൽ കെട്ടി നോക്കിയതാണ്, ബിക്കോസ് ഇതിൻ്റെയും കളർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് ആക്ച്വലി ബ്ലാക്ക് ആണ്, പക്ഷേ ഇത് കെട്ടി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ബാലൻസ് ഔട്ട് ആയി പോകുന്നുണ്ട്. ഇതും ബ്ലാക്ക് ആണ്, ഇതും ബ്ലാക്ക് ആണ്, പക്ഷെ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയത് കാരണം ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്, ഇത് പ്രോപ്പർ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്, ബ്ലൂഷ് ഷെയ്ഡ് പോലെയും തോന്നുന്നുണ്ട്. ഇത് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്ന് ബാലൻസ് ഔട്ട് ആയിപ്പോൾ എനിക്ക് ഈ ലുക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. പക്ഷേ എനിക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഈ ഒരു കംഫർട്ട് ഉണ്ടാവില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട ലുക്കാണ് ഇടാൻ പോകുന്നത്. എനിക്ക് 6:30 ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, ഇപ്പോൾ ഓൾറെഡി 6:45 ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുറച്ച് അവിടെ എന്താ ആക്ടിവിറ്റി ചെയ്തതെന്നില്ല അതിൻ്റെ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇടാം ഈ വീഡിയോസ് കഴിഞ്ഞിട്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. एक नंबर तुझे कंबर हाय चाल शेकी शेकी हाय किती सुंदर तुझं डिंपल जे पाहिजे ते